ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് വഴുതനങ്ങയൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ കായ്ക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും മിക്കവാറും കായ്ക്കാത്തത്. അപ്പം ചെറിയൊരു വിളവെടുപ്പാണ് കേട്ടോ. കുറച്ച് വഴുതനങ്ങ, കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ല മിറ്റി സൈസിലുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനാണ് കേട്ടോ. അപ്പം പിന്നെ ഇവിടെ നമ്മുടെ ഇത് നിൽപ്പുണ്ട്, എന്താ പറയുക, നമ്മുടെ കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കനാലിൽ വെള്ളം വീണ്ടും പറ്റി കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വഴുതന ഇവിടെയാണ് വഴുതന പറിച്ച് കഴിഞ്ഞ് ഇനി നമ്മുടെ കോവലുണ്ടല്ലോ, അത് ഇവിടെ തറയിൽ ഇങ്ങനെ പടർന്നിടപ്പുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി, ചേട്ടനാണ് എന്നും വന്ന് പറിക്കാറ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ ഞങ്ങൾ പറിച്ചെടുത്തിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല നീളം വെച്ച് സൈസായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. കുറേ ഉണ്ടെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. കുറേ കുഞ്ഞും മുട്ടയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഒന്ന് മഞ്ഞ കളറായി ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ, പഴുത്തങ്ങ് പോയിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് വേണ്ട, നമുക്ക് പച്ച മതിയല്ലോ മെഴുക്ക് വരട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തറയിലാണ് കേട്ടോ പടർന്ന് കിടക്കുന്നത്. ഇപ്പോഴത്തെ വശത്ത് നമ്മൾ ടാങ്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടിങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. ഓണസമയത്തൊക്കെ നമ്മളിവിടുത്തെ കാട് പറിച്ചതാണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ അവസാനം ഇപ്പുറത്തെ വശത്ത് നിന്ന വഴുതനങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വഴുതനങ്ങ കൃഷി. കൃഷിയൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്.